നമസ്കാരം. 2025 ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. പുതിയ ഒരുപാട് സ്വപ്നങ്ങളും പുതിയ ഒരുപാട് ചിന്തകളും പുതിയ ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ടാണ് നമ്മൾ 2026 കടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് പുതിയ പുതിയ ചിന്തകൾ, പുതിയ പുതിയ ലക്ഷ്യങ്ങൾ, പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പുതുവർഷത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ഇന്ന് ഈ 2025 അവസാന ഘട്ടത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പലർക്കും സ്വന്തമായി വീട് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സ്വപ്നമായി മുന്നിൽ തന്നെ ഉണ്ടായേക്കാം. പുതുവർഷത്തിൽ 2026 സ്വന്തമായിട്ട് ഒരു വീട് കെട്ടിപ്പടുക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീടിന് ഒരു തറക്കല്ലെങ്കിലും ഇടണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ ഇടയിൽ ഉണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഒരു വീട് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഒരുപാട് മുതൽ മുടക്കുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് ഒരുമിച്ച് വേണ്ട ഒരു അവസ്ഥയാണ് ഒരു വീട് കെട്ടുക എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് ഒരുപാട് ചെലവുകൾ വരുന്ന ഒരു സംഭവമാണ് ഒരു വീട് കെട്ടിപ്പടുക്കുക. അത്തരം സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത് എന്താണ്? ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്താണ്? തീർച്ചയായും അതൊരു ഭവന വായ്പ തന്നെയാണ്, അല്ലെങ്കിൽ ഹോം ലോൺ തന്നെയാണ്, അല്ലേ? ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന, വീട് വിൽക്കാനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഭവന വായ്പ തന്നെയാണ്. പക്ഷേ ഹോം ലോണിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ വല്ലതും ഉണ്ടോ? നമുക്ക് സേവിങ്സ് അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് വീട് വെക്കാനുള്ള ഒരു പണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അത്തരത്തിലുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതെ, ഹോം ലോൺ വേഴ്സസ് SIP, വിച്ച് ഈസ് ബെറ്റർ ടു ബൈ എ 50 lakh ഹൗസ്. 50 ലക്ഷം രൂപ, ഏകദേശം 50 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു വീട് നമ്മൾ കെട്ടിപ്പടുക്കണമെങ്കിൽ അല്ലെങ്കിൽ വാങ്ങണമെങ്കിൽ ഹോം ലോൺ എടുക്കുന്നതാണോ, ഭവന വായ്പ എടുക്കുന്നതാണോ, അതല്ല സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ഏറ്റവും നല്ല ഓപ്ഷൻ എന്നാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഈ വീഡിയോ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള റിട്ടേൺ എന്ന് പറയുന്നത് മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്, അതുപോലെ തന്നെ നോൺ ഗ്യാരണ്ടീഡുമാണ്. ഏത് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായിട്ടും ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസറുടെ അഡ്വൈസ് നിങ്ങൾ തേടാൻ ശ്രദ്ധിക്കുക. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രദ്ധിക്കുക. ഞാൻ അവിനാശ്. സോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ, ഒരു ഹോം ലോൺ എടുത്ത്, ഒരു ഭവന വായ്പ എടുത്ത് വീട് വെക്കുന്നതാണോ, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അതായത് SIP പോലെയുള്ള ഓപ്ഷനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വീട് വാങ്ങുന്നതാണോ നല്ലത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വീഡിയോയുടെ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഒരു ഭവന വായ്പ എടുത്ത് നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ഒരു ഹോം ലോൺ എടുക്കുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു സാമ്പത്തികപരമായിട്ടുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഏകദേശ കാൽക്കുലേഷൻ ഒക്കെ വെച്ചിട്ട്, അതായത് 50 ലക്ഷം രൂപ വരുന്ന ഒരു വീട് വാങ്ങണം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. 50 ലക്ഷം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫിഗർ മാത്രമാണ്. എല്ലാവരും ഈ ഒരു എമൗണ്ടിലായിരിക്കില്ല വീട് വാങ്ങാൻ പോകുന്നത്. അതിൽ കൂടാൻ കുറയാം, അത് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പേഴ്സൺ. സോ നമ്മൾ ഏകദേശം ഒരു ജനറൽ കാൽക്കുലേഷന് വേണ്ടിയിട്ട് 50 ലക്ഷം എന്ന് പറയുന്ന ഒരു ഫിഗറിൽ ഉറച്ചു നിന്നുകൊണ്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടെ നമുക്ക് നോക്കാം, ഹൗസ് പ്രൈസ്, ലോൺ എമൗണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ്, ടെന്യൂർ, അതായത് വീടിന്റെ വില, നമ്മൾ വാങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ വെക്കാൻ പോകുന്ന വീടിന്റെ വില നമ്മൾ കണക്കാക്കുന്നത് ഏകദേശം 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപയുടെ വീട് നമ്മൾ ഫുൾ ആയിട്ട് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുകയാണ് എന്നിരിക്കട്ടെ. അതായത് 50 ലക്ഷം രൂപയുടെ വീട് വെക്കുന്നതിനായിട്ട് നമ്മൾ ലോൺ എമൗണ്ട് ആയിട്ട് 50 ലക്ഷം തന്നെ എടുക്കുന്നു. ഇവിടെ നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ 50 ലക്ഷം രൂപ കംപ്ലീറ്റ് ആയിട്ട് ലോൺ എടുക്കാൻ പോവുകയാണ് എന്നിരിക്കട്ടെ. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഏകദേശം ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് പ്രതിവർഷം 7.9% എന്നിരിക്കട്ടെ. 7.9% പെർ ഇയർ. ഒരു വർഷം 7.9% പലിശ നിരക്കിലാണ് നമ്മൾ ഭവന വായ്പ എടുക്കുന്നത്. 20 വർഷത്തെ കാലയളവ്, ടെന്യൂർ എന്ന് പറയുന്നത് 20 വർഷം. ഒന്നുകൂടെ നമുക്ക് നോക്കാം. വീടിന്റെ പ്രൈസ് 50 ലക്ഷം രൂപ, ലോൺ എമൗണ്ട് ആയിട്ട് എടുക്കുന്നത് 50 ലക്ഷം രൂപ, പലിശ നിരക്ക് ഒരു വർഷം കൊടുക്കേണ്ടത് 7.9%, 20 വർഷത്തെ കാലയളവിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇതാണ് ഹോം ലോണിന്റെ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ഹോം ലോണിന്റെ സ്ട്രക്ചർ എന്നിരിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏകദേശം അടക്കേണ്ട ഒരു EMI എന്ന് പറയുന്നത് 41,511 രൂപ പെർ മന്ത്. ഒരു മാസം ഏകദേശം 41,511 രൂപ. ഞാൻ നേരത്തെ കാണിച്ചു തന്ന സ്ട്രക്ചറിൽ ഹോം ലോൺ എടുക്കുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ പ്രതിമാസം EMI ആയിട്ട് ബാങ്കിന് കൊടുക്കേണ്ടതായിട്ട് ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് പെയ്ഡ്, അതായത് നമ്മൾ ഹോം ലോണിലേക്കായിട്ട് നമ്മൾ പ്രതിമാസം 41,511 രൂപ വെച്ച് അടക്കുന്ന ഘട്ടത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ ടോട്ടൽ നമ്മൾ ബാങ്കിന് കൊടുക്കുന്ന തുക, പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 50 ലക്ഷം രൂപ, അല്ലെ? നമ്മൾ എടുത്ത ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 50 lakh rupees. ഇൻട്രസ്റ്റ് പെയ്ഡ് ഇൻ 20 years, 20 വർഷത്തെ കാലയളവിലേക്കാണ് നമ്മൾ ലോൺ എടുക്കുന്നത് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിൽ 7.9% പലിശ നിരക്കിൽ നമ്മൾ അടക്കുന്ന ടോട്ടൽ പലിശ നിരക്ക് എന്ന് പറയുന്നത്
49,62,000 രൂപ നമ്മൾ 20 വർഷത്തേക്ക് പലിശ നിരക്കിലേക്ക് മാത്രം കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, 50 ലക്ഷം രൂപയാണ് നമ്മൾ എടുത്ത ലോൺ എമൗണ്ട്. അതിൽ നമ്മൾ പലിശയിലേക്ക് മാത്രം കൊടുക്കുന്നത് 49 ലക്ഷത്തോളം രൂപ, ഏകദേശം 50 ലക്ഷത്തോളം രൂപ തന്നെ നമ്മൾ ഇവിടെ പലിശയിലേക്ക് കൊടുക്കുന്നു. 50 പ്രിൻസിപ്പൽ, 50 ഇൻട്രസ്റ്റ്. സോ ടോട്ടൽ അടക്കുന്ന തുക എത്രയാണ്? 99,62,000 രൂപ. അപ്രോക്സിമേറ്റ്ലി ഏകദേശം 1 കോടിയുടെ അടുത്ത് തന്നെ നമ്മൾ മൊത്തത്തിൽ അടക്കുന്നു. 50 ലക്ഷം രൂപയുടെ വീട് വെക്കാനായിട്ട് നമ്മൾ ഹോം ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഏകദേശം 49 ലക്ഷത്തി ചില്ലാനം നമ്മൾ പലിശ നിരക്കിലേക്ക് മാത്രം അടച്ചു കഴിയുന്ന സമയത്ത് ഏകദേശം 99,62,000 രൂപ മുതലും പലിശയും അടക്കം നമ്മൾ ബാങ്കിലേക്ക് കൊടുക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ഏകദേശം 1 കോടിയോളം രൂപയാണ് ഇവിടെ നിങ്ങൾ ചിലവാക്കുന്നത്. ഇതാണ് ഹോം ലോണിന്റെ ഒരു സ്ട്രക്ചർ. നമ്മൾ ഒരു ഹോം ലോൺ എടുത്ത് വീട് വെക്കുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു അവസ്ഥ ഇതാണ്. നിങ്ങൾക്ക് അത് കേപ്പബിൾ ആണെങ്കിൽ നിങ്ങൾ അത് എടുക്കാൻ അല്ലെങ്കിൽ കൊടുക്കാൻ റെഡി ആണെങ്കിൽ ഓക്കെ, ഞാൻ നിങ്ങളോട് എടുക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. അല്ലാതെ നിങ്ങൾ ഹോം ലോൺ എടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഒരിക്കലും ഹോം ലോൺ എടുക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പേഴ്സൺസ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി ആൻഡ് എബിലിറ്റി. സോ ഹോം ലോണിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകളും അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജുകളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ അഡ്വാൻറ്റേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു ഹോം ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു വീട് വെക്കണം അല്ലെങ്കിൽ നമുക്കൊരു വീടിന്റെ ഉടമസ്ഥനാവണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം പെട്ടെന്ന് നടക്കുന്നു. അതുപോലെ തന്നെ കാലങ്ങളായിട്ട് വാടകയ്ക്കൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് വീട് വേണം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അത്രയും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും. ആ സാഹചര്യത്തിൽ നമുക്ക് ഹോം ലോൺ പോലെയുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വളരെ പെട്ടെന്ന് കിട്ടും, വാടക കൊടുക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്കും ഇത് വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മുതലിലും പലിശയിലും പ്രിൻസിപ്പളിലും ഇൻട്രസ്റ്റിലും ടാക്സ് ബെനിഫിറ്റും ലഭ്യമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതായത് സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീട് എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഒരു വികാരമാണ്, സ്വന്തം വീട് എന്ന് പറയുന്നത്. സോ ആ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനും ഹോം ലോൺ എടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇത്രയും നേട്ടങ്ങളാണ് ഭവന വായ്പ എടുക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്. ഇനി ഇതിന്റെ കോട്ടങ്ങൾ, ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 20 വർഷത്തേക്കാണ് ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ കാണിച്ചു തന്ന ഒരു ഹോം ലോണിന്റെ ടെന്യൂർ എന്ന് പറയുന്നത്. 20 വർഷം എന്ന് പറയുന്നത് കുറഞ്ഞ ഒരു കാലയളവാണ്. 20, 25, 30 വർഷത്തേക്കുള്ള ഒരു ലോങ് ടേം ബേർഡൻ ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബേർഡൻ ആണ് ഹോം ലോൺ എന്ന് പറയുന്നത്. കാരണം ഇത്രയും കാലം നിങ്ങൾ പ്രതിമാസം മുടങ്ങാതെ തവണകളായിട്ട് EMI അടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ലോൺ എമൗണ്ടിന്റെ ഏകദേശം സമാനമായിട്ടുള്ള എമൗണ്ട് തന്നെയാണ് നിങ്ങൾ പലിശയിലേക്ക് മാത്രം അടക്കുന്നത്. ചുമ്മാ ഒരു കാര്യമില്ലാതെ അത്രയും എമൗണ്ട് എക്സ്ട്രാ നമ്മൾ ബാങ്കിന് കൊടുക്കുകയാണ്. സോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ എമർജൻസി വരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ EMI മുടങ്ങാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രഷറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ലോങ് ടേം സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും ഇത് ബാധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതായത് നമുക്ക് ഹോം ലോൺ ഒരു ഭാഗത്തേക്കൂടെ അടക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി നമ്മുടെ സാലറിയിൽ നിന്നും ബാക്കി എമൗണ്ട് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനോ ഉള്ള അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് സാധ്യമാവാനുള്ള സാധ്യതയില്ല. അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഹോം ലോൺ എടുക്കുന്നത് കൊണ്ടുണ്ട്. സോ ഇത്രയുമാണ് ഭവന വായ്പ എടുക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ, കോട്ടങ്ങൾ, അതിന്റെ സ്ട്രക്ചർ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചും നമ്മൾ പരിശോധിച്ചു. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. നമ്മൾ ഹോം ലോൺ ഉപയോഗിച്ച് വീട് വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമ്മൾ ഈ വീഡിയോയുടെ നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് SIP ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു വീട് വെക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇത് സാധ്യമാണോ? നമ്മൾ ലോൺ എടുക്കുന്നതിന് പകരം നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ഒരു വീട് വെക്കാനുള്ള എമൗണ്ട് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ നമ്മൾ SIP ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് പ്രതിമാസം ഒരു എമൗണ്ട് ഏതെങ്കിലും ഫണ്ടുകളിൽ നമ്മൾ നിക്ഷേപിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്ക് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വലിയൊരു എമൗണ്ടായി തിരികെ ലഭിക്കുന്ന, കുറെ വർഷങ്ങൾക്ക് ശേഷം തിരികെ ലഭിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് SIP എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ 50 ലക്ഷം രൂപയുടെ ഒരു വീട് വെക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതിമാസം SIP എമൗണ്ട് ആയിട്ട് ഏകദേശം 41,500 രൂപ ഇടുന്നു എന്നിരിക്കട്ടെ, പെർ മന്ത്. ഇത് ഏകദേശം നമ്മൾ നേരത്തെ ഹോം ലോണിന്റെ കാര്യം പറഞ്ഞതുപോലെ അതിലടക്കുന്ന EMI ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിന് സമാനമായിട്ടുള്ള എമൗണ്ട് തന്നെയാണ് ഈ ഒരു എമൗണ്ട്. 41,500 രൂപ പ്രതിമാസം നിങ്ങൾ SIP-യിലേക്ക് ഇടുന്നു. എത്ര കാലത്തേക്ക്? ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് 20 വർഷമായിട്ട് തന്നെ നമുക്ക് എടുക്കാം, 20 years. 20 വർഷത്തേക്ക് 41,500 രൂപ നമ്മൾ പ്രതിമാസം നിക്ഷേപിക്കുന്ന സമയത്ത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നിക്ഷേപിക്കുന്നത് എത്രയാണ്? അത് ഏകദേശം 99,60,000 രൂപയോളം നമ്മൾ SIP-യിൽ ടോട്ടലായി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അസ്യൂംഡ് റിട്ടേൺ, അതായത് ഏകദേശം നമ്മൾ പലിശ നിരക്ക് ലഭിക്കുന്നത് ഏകദേശം നമ്മൾ 12% കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ 12% എന്ന് പറയുന്നത് നമുക്ക് മൊത്തത്തിൽ ഹിസ്റ്റോറിക്കലി പരിശോധിക്കുകയാണെങ്കിൽ SIP-യിൽ നിന്ന് ലഭിച്ച റിട്ടേണിന്റെ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അസ്യൂംഡ് റിട്ടേൺ പെർസെന്റേജ് ആണ് 12% എന്ന് പറയുന്നത്. സോ
ഫൈനൽ വാല്യൂ ആഫ്റ്റർ 20 years, നിങ്ങൾക്ക് 20 വർഷത്തേക്ക് നിങ്ങൾ SIP ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കുന്ന എമൗണ്ട് ഏകദേശം 3,81,00,000 രൂപ വരെ ആകാൻ സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ആദ്യം പറഞ്ഞ ഹോം ലോണിലേക്ക് നമ്മൾ എക്സ്ട്രാ 50 ലക്ഷം അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതേ സമയത്ത് നിങ്ങൾ 20 വർഷത്തേക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 3,81,00,000 രൂപ, നിങ്ങൾ 99,60,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് 20 വർഷത്തിന് ശേഷം റിട്ടേൺ ആയിട്ട് കിട്ടിയ തുക ഏകദേശം ഇത്രയായിരിക്കും. സോ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 99.6 lakhs. ആൻഡ് ഗെയിൻ എത്രയാണ് ഏകദേശം നമുക്ക് ലഭിച്ചത് 2.86 crore. 2,82,00,000 രൂപയോളം നമുക്ക് റിട്ടേൺ ആയി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകും, നമ്മൾ ഈ ഒരു വീട് വെക്കുന്നതിനായിട്ടാണ് നമ്മൾ ഒരു പണം അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലെ? ഇപ്പോൾ 20 വർഷത്തോളം നമ്മൾ ഒരു വീട് വെക്കാൻ വേണ്ടി കാത്തിരിക്കണോ? ഒരിക്കലും വേണ്ട എന്നത് തന്നെയാണ് അതിന്റെ ഉത്തരം. ഈ ഒരു 53 ലക്ഷത്തിൽ 18,59,000 രൂപ പ്രോഫിറ്റ് മാത്രമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഹോം ലോണിന്റെ അവിടെ നിൽക്കട്ടെ, നമ്മൾ ഈ ഒരു SIP മാർഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയുടെ പ്രൈസ് ആണ്. നമുക്കറിയാം, നമ്മൾ എടുക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ പ്രൈസ് നമ്മൾ 5, 6, 7 വർഷത്തിന് ശേഷം സെയിം ആണോ സമാനമാണോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന് കണക്കായിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനും സ്റ്റെപ്പ് അപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ്, ഒരു 2 BHK ഫ്ലാറ്റ് ഇപ്പോൾ എടുക്കണമെങ്കിൽ ഏകദേശം മുമ്പ് ഒരു 5, 6 വർഷത്തിന് മുമ്പ് ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് അതേ ഫ്ലാറ്റ് നമുക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ഫ്ലാറ്റ് കൊച്ചിയിൽ എടുക്കണമെങ്കിൽ, ഒരു 2 BHK എടുക്കണമെങ്കിൽ ഏകദേശം 1 കോടി രൂപയോളം കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. സോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വളരുന്നതിന് കണക്കായിട്ട് റിയൽ എസ്റ്റേറ്റ് പ്രൈസും കൃത്യമായിട്ട് വളരുന്നുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന് കണക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക് ആണ്. നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ട് ഈസ് സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്ന് നമ്മൾ പല സ്ഥലത്തും കേൾക്കാറുണ്ട്. റിട്ടേൺ എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് അല്ല. അതുപോലെ തന്നെ ഷോർട്ട് ടേം വോളറ്റാലിറ്റി എന്ന് പറയുന്ന കാര്യം വളരെ കോമൺ ആയിട്ട് ഉള്ളതാണ്. മാത്രമല്ല, ഈ 12% ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ റിട്ടേൺ 12% എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി ഉള്ള ഒരു കണക്ക് പ്രകാരം പറയുന്ന ഒരു റിട്ടേൺ ആണ്. അത് 12 തന്നെ ആവണമെന്ന് ഉറപ്പില്ല. അത് കൂടാനും കുറയാനുമുള്ള സാധ്യത ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസിപ്ലിൻ ആണ്. കൃത്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ പാലിച്ചാൽ മാത്രമേ നമുക്ക് SIPയിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്ത് ഗെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ചില ആളുകൾ SIP സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ ചില മാസങ്ങളിൽ അവർ അത് സ്കിപ്പ് ചെയ്യും. ഈ മാസം ഏതായാലും വേണ്ട, മറ്റൊരു കാര്യത്തിനായിട്ട് ഈ പണം ഉപയോഗിക്കാം. അങ്ങനെ SIP സ്കിപ്പ് ചെയ്യുന്നത് ഒരു ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. റെഗുലർ ആയിട്ട് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ഇടിവിന് കണക്കായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിർത്തരുത്. കൂടാതെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഡിസിപ്ലിൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. സോ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഒന്ന്, പ്രോപ്പർട്ടി പ്രൈസ് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് റിസ്കിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കുക. മാത്രമല്ല, വളരെ കൃത്യമായിട്ട് ഡിസിപ്ലിനോട് കൂടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോർപ്പസ് ഇത്ര വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ SIPയിലൂടെ. സോ നിങ്ങൾക്കൊരു വീട് ഇമ്മീഡിയറ്റ്ലി വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റേബിൾ ഇൻകം ഉണ്ട്. മാത്രമല്ല, ലോങ് ടേം EMI, ദീർഘകാലത്തേക്ക് EMI അടക്കാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആണ് എന്നാണെങ്കിൽ ഹോം ലോൺ ആണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചു കാലം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ട്. ഒരു 5, 6, 7 വർഷത്തിന് ശേഷം എനിക്ക് വീട് മതി, അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, അതുപോലെ തന്നെ പലിശ നിരക്കിൽ ഒരുപാട് പണം കൊടുത്ത് വെറുതെ പണം കളയാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, ലോങ് ടേം വെൽത്ത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, SIP വിൽ ബി സ്യൂട്ടബിൾ ഫോർ യു. നിങ്ങളുടെ വരുമാനത്തിന്റെ സ്റ്റെബിലിറ്റി, കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റി, റിസ്ക് ടോളറൻസ്, അതായത് റിസ്ക് എടുക്കാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങളുടെ ജീവിതത്തിന്റെ ഗോളുകൾ, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങളുടെ തീരുമാനം. സോ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങളുടെ ഹോം ലോൺ എടുക്കുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടോ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം തേടാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. വീടെടുക്കാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പുതിയ സാമ്പത്തിക തീരുമാനങ്ങൾ നിങ്ങളെ എടുക്കാൻ കൂടുതൽ റിസർച്ചുകൾ നടത്തി, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റിസർച്ചുകളും കാര്യങ്ങളെല്ലാം നടത്തി മാത്രം സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുക. ബോസ്വാലയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ആളുകൾക്കും നല്ലൊരു പുതുവർഷം തന്നെ ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും നിങ്ങൾ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.